മഴ പറയുന്നു കേക്ക്. എന്താ കാണിക്കുന്ന മായ? അയ്യോ വിട്, അരുണിനെ വിട്, വിട് വിടല്ലേ പറഞ്ഞ മായ, വിട് വിട് വിട്. അയ്യോ ആരെങ്കിലും ഓടി വരണേ, മായ അരുണിനെ ഉപദ്രവിക്കുന്നു, അരുണിനെ രക്ഷിക്കണേ. അയ്യോ മായ വിട്, ആരെങ്കിലും അരുണിനെ രക്ഷപ്പെടുത്ത്, വിടാൻ വിടല്ലേ പറഞ്ഞ മായ. ഇവള് നിന്റെ ജീവനാണല്ലടാ. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അത് നിനക്ക് താങ്ങാനാവില്ല അല്ലടാ. നീ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഇവളെ ഞാൻ ആദ്യം കൊല്ലുന്നേ. അത് കണ്ടിട്ട് വേണം നീ മരിക്കാൻ. എടി കവിതേ, ഗംഗയുടെ മേത്ത് നിന്ന് കൈയെടുക്കടി. ഗംഗേ, വേണ്ട 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 മായ വേണ്ട.
മായ, വേണ്ട. വേണ്ട. വേണ്ട മായ, വേണ്ട. എന്താ എന്താ പറ്റി? എന്താ ലീലേ? അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നേ. ഗംഗേ, ഗംഗേ, മായേ, മോളെ, മായേ, മായേ, മോളെ, മായേ, മോളെ. മായേ, എന്റെ അമ്മേ, മോളെ, 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 മായേ, മോളെ, കണ്ണു തുറക്ക്. മായേ, എണീക്ക് മോളെ. മായയുടെ ശരീരത്തിനുള്ളിൽ ബാധ കയറിയത് നിങ്ങൾ എല്ലാവരോടും മറച്ചു വെച്ചതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവൾക്കുള്ളിലുണ്ടായിരുന്ന ആത്മാവിനെ പുറത്താക്കി ഞാൻ. ഇനി യാതൊരു പ്രശ്നവുമില്ല. കൂട്ടിക്കൊണ്ടുപോ. മായേ, എഴുന്നേക്ക്. മോളെ, എനിക്ക് പതുക്കെ. പതുക്കെ മോളെ. അയ്യോ, അമ്മേ. ഇനി മുതൽ നിങ്ങൾ മായെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. കവിതയെ ഞാൻ അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇനി മേലിൽ അവൾ നമ്മളെ ശല്യപ്പെടുത്തില്ല. ധൈര്യമായിട്ടിരിക്കെ. പൊക്കോ. ഗംഗേ, ഈ വീട്ടിൽ എന്ത് നടക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭൈരവി, അനിയത്തി, പ്രേതം ഇത്രയും നാളും മായയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും അത് തന്നെ അരുണേട്ടാ. എങ്ങനെയോ ദൈവാധീനം കൊണ്ട് അരുണേട്ട ഒരു ആപത്തുള്ളത് രക്ഷപ്പെട്ടല്ലോ. അത് മതി എനിക്ക്. ഭൈരവിനെ ഇത്രയും നാളും കഷ്ടപ്പെടുത്തിയത് പോരാഞ്ഞിട്ട് ഇപ്പൊ അവളുടെ അനിയത്തിന്റെ ആത്മാവിനെ വെച്ച് എന്നെ വീണ്ടും വേദനിപ്പിക്കുക. അവരെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് പുച്ഛം തോന്നുക. അവരവർ ചെയ്യുന്ന പാപങ്ങൾക്ക് അവരവർ തന്നെ അനുഭവിച്ചോളൂ. ഇനി ഇതാലോചിച്ച് വിഷമിക്കണ്ട. സമാധാനിക്ക്. അരുണേട്ട വാ, വാ.
എന്തിനൊക്കെയോ വേണ്ടി ആഗ്രഹിച്ചു. ഛേ, ഇപ്പൊ ഒന്നും തന്നെ ഇല്ലാതെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയെ. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നാണോ കിട്ടുന്നത്? ചേച്ചി 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 എന്നോടൊരു വാക്ക് പോലും പറയാതെ അവിടുന്ന് പോകുന്നത് എന്താ? ചേച്ചിയാണെന്ന് കരുതി ഞാൻ ആ അരുണിനോട് സംസാരിച്ചു. ആകെ പ്രശ്നമായി. ആ മാധവി മായയുടെ ശരീരത്തിൽ നിന്ന് എന്നെ പുറത്താക്കി കളഞ്ഞു. മായയുടെ ശരീരം നഷ്ടപ്പെട്ടതിലല്ല എനിക്ക് വിഷമം. അവളുടെ ആ ശരീരം ലഭിച്ചപ്പോ മുതലേ മറ്റുള്ളവരെ പോലെ സന്തോഷത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നി തുടങ്ങി. ചേച്ചി വാക്ക് നൽകിയതുപോലെ എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോവാ. എനിക്ക് ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നു ചേച്ചി. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കാതെ കവിതേ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എത്രയും പെട്ടെന്ന് നിന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. എന്തായാലും അതുവരെ നീ നിന്റെ കല്ലറയിൽ തന്നെ തങ്ങ്. എന്തെങ്കിലും ഒരു വഴി തെളിയുകയാണെങ്കിൽ ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകാം മോളെ. ഞാൻ ചേച്ചിയുടെ വാക്കുകൾ വിശ്വസിച്ച് തിരികെ പോവോ? എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജീവിതം ഉണ്ടാക്കി തരണം ചേച്ചി. നിന്റെ ആഗ്രഹം നിറവേറ്റുകയാണ് ഇനി എൻ്റെ ലക്ഷ്യം. ഒട്ടും വൈകാതെ കവിതയുടെ ആഗ്രഹം നിറവേറ്റണം. അതിനാവശ്യമായ കാലചക്രങ്ങളെ എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ശരി, ഞാനിത് കൈക്കലാക്കിയിരിക്കും. ഗംഗയുടെ അനിയത്തിയാണെന്ന് അറിയാതെ അന്ന് ഞാൻ അവളെ വിഷം തീണ്ടിയതിന്റെ ദേഷ്യം അവൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛനെ കൊന്നതിന്റെ കാരണക്കാരി ഞാനാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അതിനൊരിക്കലും മാറ്റാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ വേണമെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ ഗംഗയോട് തുറന്നു പറഞ്ഞിട്ട് വരാൻ നന്ദിനി. ഇപ്പൊ ആര് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവള്. അവൾക്ക് എന്നോടുള്ള ദേഷ്യം മാറുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. നീ എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്ക്. അവള് നിന്റെ കൂടപ്പിറപ്പാണെന്നുള്ള കാര്യം മറക്കരുത്. അവളോട് എനിക്കുള്ള അളവറ്റ സ്നേഹം എത്ര വൈകിയാലും ഗംഗ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഒരു വശത്ത് കാട്ടമ്മ ക്ഷേത്രത്തില് നമ്മൾ കൊണ്ടുപോയി വെച്ച കാലചക്രം നഷ്ടപ്പെട്ടതിന്റെ സങ്കടം, മറുവശത്ത് നിന്റെ കൂടപ്പിറപ്പായി ഗംഗ തന്നെ നിന്നെ വെറുത്തു തുടങ്ങിയതിന്റെ സങ്കടം. എനിക്ക് നിന്റെ മനസ്സിന്റെ വിഷമം കാണാം. ഗംഗയ്ക്ക് എന്നോടുള്ള വെറുപ്പ് പോലും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്നാ കാട്ടമ്മയുടെ സന്നിധിയിൽ നിന്ന് കാലചക്രം എടുത്ത മായശക്തി ആരാണെന്ന് അറിയാത്തതിലാണ് വിഷമം എനിക്ക്. എനിക്കെന്തോ മാധവിയോ ഭൈരവിയോ ആണ് മായശക്തിയെ ആവാഹിച്ച് കാട്ടമ്മ ക്ഷേത്രത്തിലെ കാലചക്രം മോഷ്ടിച്ചതെന്നാണ് തോന്നുന്നത്. അവരിരുവരിലും ആ ഭൈരവിയാണത് ചെയ്യാൻ കൂടുതൽ സാധ്യത കാണുന്നത്. കാരണം എന്തെന്നാൽ അവൾ അവളുടെ അനുജത്തി കവിതയെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവളാ. അതവൾക്ക് കാലചക്രത്താൽ മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ട് അവളായിരിക്കണം ക്ഷേത്രത്തിൽ നമ്മൾ സമർപ്പിച്ച കാലചക്രത്തെ തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി മാന്ത്രിക ശക്തിയുടെ സഹായത്തോടെ കാലചക്രം കൈക്കലാക്കിയത്. അതുമാത്രമല്ല നന്ദിനി, ആ ഭൈരവിക്ക് മാത്രമാണ് കാലചക്രങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കൃത്യമായി അറിയുകയുള്ളൂ. കാലചക്രങ്ങൾ ഉപയോഗിച്ച് ഗംഗയായും അരുണായും രൂപം മാറിയതുപോലെ അവളിപ്പോ മായക്കുതിരയായി രൂപം മാറിയിരിക്കുക. നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം. എന്റെയും സംശയം ഭൈരവി തന്നെയായിരിക്കുന്ന. ഇപ്പൊ ഭൈരവി എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച ആ കാലചക്രം ഞാൻ തിരിച്ചു കൊണ്ടുവരും. വിടരുത് അവളെ. ഗംഗ ചേച്ചി, എന്റെ കൂടെ കളിക്കാൻ എപ്പോഴാ കുഞ്ഞാവ വരുന്നേ? എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ തന്നെ എപ്പോഴാ കുഞ്ഞാവ വരുന്നേന്ന് ചോദിച്ചോണ്ടിരിക്കാ ചേച്ചി.
അതിന് ഇനിയും കുറച്ച് സമയമാകും. ഇത്രയും നാള് മോള് ക്ഷമിച്ചില്ലേ, ഇനി കുറച്ചുകൂടി ക്ഷമിക്ക്. കളിക്കാൻ കുഞ്ഞുവാവ വരും. ശരി ഗംഗ ചേച്ചി, കുഞ്ഞവ വരുമ്പോ ഞാൻ അവന്റെ കൂടെ കളിക്കോളൂ കേട്ടോ. ഇപ്പൊ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാ. കുഞ്ഞവ വരുമ്പോ ഞാൻ അവന്റെ കൂടെ കളിക്കോളൂ കേട്ടോ. ഇപ്പൊ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാ. എന്താ ദിവസേനെ നീ ഇത് ഇങ്ങോട്ടാ പോകുന്നേ? ഗംഗ ചേച്ചി പൂ കെട്ടിക്കൊണ്ടിരിക്ക. ഗംഗ ചേച്ചിയുടെ വയറ്റിലുള്ള വാവ വരാൻ ഇനിയും സമയമെടുക്കുന്നാ പറഞ്ഞേ. അതുകൊണ്ട് മുത്തശ്ശിയുടെ കൂടെ കളിക്കാൻ പോവാ ഞാൻ. മോളിങ് വന്നേ, ആന്റി ഒരു കാര്യം പറയട്ടെ. ആന്റിയുടെ മടിയിലേക്ക് ഇരിക്കേ, മോളിങ്ങോട്ട് ഇരിക്കേ. ഇപ്പൊ മാത്രല്ല ദേവസേനെ, മോൾ എപ്പോഴും മുത്തശ്ശിയുടെ കൂടെ കളിച്ചു പഠിക്കണം. എന്താന്ന് വെച്ചാ ഗംഗയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാവ് പുറത്തു വന്നാലേ എല്ലാവർക്കും ആ കുഞ്ഞാവിടെ കൂടെ കളിക്കാനേ ഇഷ്ടമുണ്ടാവുള്ളൂ. അങ്ങനെ വാവ വന്നു കഴിയുമ്പോ പിന്നെ മോളുടെ കൂടെ കളിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? അതുകൊണ്ട് ഇപ്പൊ തന്നെ മുത്തശ്ശിയെ മുറുകെ പിടിച്ചോ, അല്ലെങ്കിൽ നാളെ മുത്തശ്ശിയും കുഞ്ഞാവയുടെ കൂടെ കളിക്കാൻ പോയെന്ന് വരും. അപ്പൊ പിന്നെ ദേവസേനി കൊട്ടാരത്തിൽ ഒറ്റയ്ക്കായി പോവും അല്ലേ? എന്താ ചെയ്യാൻ പറ്റാന്ന് മോൾ ഇവിടെ ഇരുന്ന് ആലോചിക്ക്. ആന്റി ഇപ്പൊ ഇങ്ങോട്ട് വരാം. ദേവി ആന്റി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഗംഗ ചേച്ചിയുടെ അടുത്ത് പോയി ചോദിക്കാം. എന്താ മുത്തശ്ശിയുടെ കൂടെ കളിക്കാൻ പോയിട്ട് പിന്നെ എന്താ തിരിച്ചു വന്നേ? കുഞ്ഞാവ വന്നു കഴിഞ്ഞാ എന്റെ കൂടെ ആരും കളിക്കില്ല അല്ലേ? ഇപ്പോഴത്തെ പോലെ ആർക്കും എന്നോടൊരു സ്നേഹം ഉണ്ടാവില്ല അല്ലേ? പറയേ ഗംഗ ചേച്ചി, എന്റെ കൂടെ പിന്നെ ആരും കളിക്കാൻ വരില്ലേ? ഇതൊക്കെ മോളോട് ആരോ പറഞ്ഞേ? ദേവി ആന്റി എന്നോട് പറഞ്ഞേ. എന്നെ പിന്നെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി കുഞ്ഞുവാവ വന്നാലും മോളായിരിക്കും എന്റെ ചക്കരക്കുട്ടി. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് കുഞ്ഞുവാവയൊക്കെ. മോളോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല. ചേച്ചി പറയുന്നത് ഞാനിപ്പോ എങ്ങനെയാ വിശ്വസിക്കുക? ഇനി എത്ര കുഞ്ഞുങ്ങൾ എനിക്ക് ജനിച്ചാലും മോളായിരിക്കും എന്റെ ജീവൻ. ആര് പറഞ്ഞാലും മോള് വിശ്വസിക്കരുത്. ഇത് ഞാനാ പറയുന്നത് കേട്ടോ. ശരി ചേച്ചി. ഞാൻ ഇപ്പൊ തന്നെ പോയി ദേവി ആന്റിയെ ചെന്ന് കണ്ട് കുഞ്ഞാവ വന്നാലും എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കും എന്ന് പറയാൻ പോവാ. ശരി. വിടാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ എന്നെ ചെയ്യാൻ പോകുന്നേ? എന്നെ പിന്നിൽ നിന്ന് കഴുത്തിയരിച്ച് കൊല്ലാൻ നോക്കിയ നീ വെറും ഒരു ഭീരുവാ. കാട്ടുമേട സന്നിധിയിലെ കാലചക്രം കൈക്കലാക്കിയത് നീയല്ലേ? ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാ. നീയാണ് മായശക്തിയായി രൂപം മാറി അമ്മയുടെ സന്നിധിയിലെ കാലചക്രം അപഹരിച്ചത്. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കൊല്ലും.
അമ്മയുടെ സന്നിധിയിലുണ്ടായിരുന്ന കാലചക്രം അപഹരിക്കപ്പെട്ടെന്നോ? ഇങ്ങനെ ഒരു കാര്യം നടന്നത് തന്നെ നീ പറഞ്ഞപ്പോഴേ ഞാൻ അറിയുന്നേ. ആരാ നന്ദിനി ഈ അതിക്രമം ചെയ്തത്? കാട്ടമ്മയുടെ സ്വത്തായ ആ കാലചക്രം ഇപ്പൊ ആരുടെ കൈവശമാണ്? ഞാനത് തിരിച്ചു വാങ്ങിക്കാനാ വന്നത്. നീ അഭിനയിച്ച് എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കണ്ട. എനിക്ക് ആ കാലചക്രം ആവശ്യമാണെങ്കിൽ ഞാനത് കാട്ടമ്മയോട് ചോദിച്ചു വാങ്ങുമെന്നല്ലാതെ ഇങ്ങനെ ഒരു അതിക്രമം ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ഞാൻ അഭ്യസിച്ച മന്ത്രവിദ്യയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. എന്റെ ഉപാസന മൂർത്തികളാണ് സത്യം. അപ്പൊ പിന്നെ കാലചക്രം ആരെടുക്കാനാണ് സാധ്യത? കാട്ടമ്മ എനിക്കൊരിക്കലും അന്യയായ ദൈവമല്ല. എന്റെ ജ്ഞാനഗുരുവായിരുന്ന് എന്നെ വഴി നടത്തുന്ന എന്റെ ചെല്ലാനമ്മയുടെ അംശമാണ്. ഞാൻ എന്റെ ജീവനേക്കാൾ വിലമതിക്കുന്ന ചെല്ലാനമ്മയുടെ സന്നിധിയിൽ ഇത്തരമൊരു ദുഷ്കർമ്മം ചെയ്യാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരും? ഞാൻ എന്തും ചെയ്യാൻ തുനിഞ്ഞവളാണ് എന്നായിരിക്കും നീ എന്നെ പറ്റി ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ എന്റേതായൊരു ധർമ്മം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാനും നീയും തമ്മിൽ പലപ്പോഴും മത്സരം നടന്നിട്ടുണ്ടാവാം. പക്ഷേ കാട്ടമ്മയുടെ കാര്യത്തിൽ എന്നും അനുസരണയുള്ളവളാണ് ഞാൻ. നീ എന്നെ ഇങ്ങനെ സംശയിക്കാതെ. ഞാൻ കാട്ടമ്മയുടെ സന്നിധിയിലെ കാലചക്രം എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും ഈ ചതിക്ക് പിന്നിൽ?